അല്ല ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടെ കാണിച്ചോട്ടെ, അതിന്റെ ഒരു മെമ്മറിയും കൂടെ പറയാമോ? ഇല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറിയപ്പോ ഞാൻ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോ എന്റെ മനസ്സില് ശരിക്കും അതെ താങ്കളുടെ ഫോട്ടോ ഈ ഫോട്ടോ ഇത് ഞാൻ വലുതാക്കി മറ്റേ മേളിലിടാൻ തരാം. എന്താണ് ഇത്രയും കാര്യമായിട്ട് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്? അയ്യോ അത് ഞാൻ തൊണ്ടിമുതൽ സമയത്ത് ഞാനാണത്. അപ്പൊ ഞാനിങ്ങനെ ഓടി നടക്കുക. അപ്പൊ സുരാജേട്ടൻ എനിക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളെ സെറ്റ് ചെയ്യലാണ് എന്റെ പണി. സുരാജേട്ടൻ ഇടക്ക് വിളിച്ചിട്ട് പിന്നെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ പറയും. പുള്ളി മിമിക്രിയൊക്കെ കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്തോ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാതെ ആ സിനിമയായിട്ട് ബന്ധമുള്ള യാതൊരു കാര്യമല്ല അത് പറയുന്നത്. ഒരു ഇരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത്, അത്രേ ഉള്ളൂ. അല്ലേ? ശരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ കൈയൊക്കെ ഇരിക്കണം. അപ്പം ചേട്ടാ ഇല്ല, കാൻഡിഡ് ചെയ്തതും അല്ല അത്, പക്ഷെ അതങ്ങനെ വന്നതാ. അതെ, അങ്ങനെയാണല്ലേ? ഓക്കെ. അത് നമ്മുടെ പിന്നെ മിന്നൽ മുരളിയുടെ സമയത്താ ഞാൻ അഭിനയിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ തോക്കൊക്കെ കാണുമ്പോ ഒന്ന് എടുത്തൊന്നും നോക്കി പിടിക്കാൻ തോന്നൂലേ. പിന്നെ എന്റെ സുഹൃത്തുക്കളാ അതിന്റെ ഫോട്ടോഗ്രാഫേഴ്സ്. അങ്ങനെ ആർമാദിച്ചതാ, ഒരെണ്ണം അങ്ങോട്ട് പെടച്ചതല്ലേ. ഇത് മാറാലഹയുടെ മേക്കിംഗ് എങ്ങനെയാ മാറാലഹ എന്ന് ശരിക്കും അവതരിപ്പിച്ചു തന്നത് ബേസിലേട്ടൻ? എന്റെ ഭയങ്കര കംഫർട്ടബിൾ സ്ഥലത്തുനിന്ന് മാറിയിട്ട് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് ശിവൻ, ഇപ്പം മരണമാസിന്റെ ഡയറക്ടർ ശിവനാണ് എന്നെ ബേസിലിനോട് എന്റെ കാര്യം പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിലേക്ക് എത്തുന്നത്. എനിക്ക് ആദ്യമായിട്ട് ഇപ്പം എൻ്റെ ഒരു പെക്യൂലിയർ ശരീരം, ഇങ്ങനത്തെ ഒരു ശരീരം. അപ്പൊ അതുകൊണ്ട് ഭയങ്കര എക്സ്പ്രസീവ് ആണ് മുഖം, ഭയങ്കര പോസ്റ്റേഴ്സും എൻ്റെ ആക്ഷൻസ് ഒക്കെ കൂടുതലാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ് അഭിനേതാവ് എന്നുള്ള രീതിയിൽ. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും അഭിനയിച്ച ഓവറായി പോകും എന്നുള്ള സാധനം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്, ഉള്ളിലുണ്ടായ സമയത്താണ് ബേസിൽ ഓപ്പോസിറ്റ് നിന്നിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ബേസിനോട് വളരെ ചോദിച്ചു, ഞാൻ ഓവർ ആവുന്നുണ്ടെങ്കിൽ പറയണേ. ബേസിൽ വന്നു, ഒന്നുമില്ല, കൂട്ടിച്ചെയ്തോ, ഒരിക്കലും ഓവറായിട്ട് തോന്നൂല, കൂട്ടിച്ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ബേസില. ഇത് ഭയങ്കര മോട്ടിവേഷനാണ് കാണുന്നത്. കാണുന്നത് ബേസിലേട്ടൻ തന്ന മോട്ടിവേഷൻ. അതേപോലെ ഒരു നമ്മളൊരു ഡിറക്ഷനിലേക്ക് പോയപ്പോ ബേസിലേട്ടനെ മറന്നില്ല. ബേസിലേട്ടനെ മറക്കില്ലെന്നല്ല, ബേസിലിനെ പോയി വായിക്കുമ്പോ എന്റെ അടുത്തേക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് ബേസിൽ വന്നല്ലോ എന്നുള്ള, അതൊക്കെ വെറും സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്യുന്ന. അവര് സൗഹൃദത്തിന്റെ സ്നേഹത്തിന് പുറത്താണ് ഈ ടോവിനോ, ബേസില്, ആനന്ദ്, രാകേഷ്, അങ്ങനെ പിന്നെ ദിവ്യ, ദർശന, എല്ലാരും അശ്വതി, ഇവരൊക്കെ ഇതിലുണ്ട്, സൗണ്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ സൗഹൃദത്തിന്റെ പുറത്ത് ഞാൻ ഇത് നമുക്ക് ഈ ഓട്ടോ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയിക്കൂടായിരുന്നു? ഈ ഓട്ടോ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ സന്തോഷ് ചേട്ടൻ പ്രൊഡ്യൂസർ പുള്ളിയുടെ ഹോട്ടലിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും? 1000 കണ്ണുമായി ഈ ഓട്ടോ എനിക്ക് ഭയങ്കര, നമ്മൾ ഈ മൂസ വണ്ടി എന്നൊക്കെ പറയുന്നതല്ലേ, മൂസാക്കാർ എന്നൊക്കെ പറയുന്ന പോലെ 1000 കണ്ണുമായി ഓട്ടോ ഒരു വികാരല്ലേ? അതിനിങ്ങനെ കൂടെ കൂട്ടണമെന്ന് തോന്നിട്ടുണ്ടോ? പിന്നെ അത് പിന്നെ ഈ കാണുന്ന കളറ് മാത്രമേ ഉള്ളൂ, അത് അത്ര നല്ലതായിട്ട് ഓടിക്കാനൊന്നും പറ്റുന്ന ഒരു വണ്ടിയല്ല അത്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുള്ള, അതുകൊണ്ട് വീട്ടില് എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. അപ്പൊ പാലാരിവട്ടത്ത് തന്നെയായിരുന്നു, ഇവിടെ ബൈപ്പാസിൽ നിന്നും അത് ഉണ്ടായിരുന്നത്. അപ്പൊ എപ്പോഴും അതുവഴി പോകുമ്പോ വണ്ടി എവിടെ ഇല്ലേ നോക്കുമായിരുന്നു. ഇപ്പൊ ആ ഹോട്ടൽ എവിടെ മാറി, അതുകൊണ്ട് വണ്ടി എവിടെ ഇല്ല, പക്ഷെ ഉണ്ട്, അത് എവിടെയോ 1000 കണ്ണുമായി കാത്തിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അത് ഇത് സിനിമയുടെ ഒരു ഡിലീറ്റഡ് സീനിൽ നിന്ന് വന്നിട്ടുള്ള സാധനം. അപ്പൊ എനിക്ക് അന്ന് മുതലേ മറ്റേ പോത്തന്റെ കൂടെ എങ്ങനെയാണ് ഈ ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നത്, അതിന്റെ കൂടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് തൊണ്ടി മുതലേ ഒരു ഡിലീറ്റഡ് സീനിൽ ഒരു കുട്ടികളുടെ സീനുണ്ട്. ഒരു കുട്ടി കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്ന യൂട്യൂബിലുള്ള സീന്. അപ്പൊ കുട്ടികളെ ഇത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ അവന്റെ പെർഫോമൻസ് കണ്ടിട്ട് നിന്നിട്ട് ഇതിങ്ങനത്തെ ഒരു 2-3 ഫോട്ടോസ് ഉണ്ട്. അപ്പൊ ഒരേ ആക്ഷൻസ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുക. അങ്ങനെയുള്ള 2-3 ഫോട്ടോസ്. അതെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് ആണ്. അത് പക്ഷെ നല്ല രസമുള്ള ഫോട്ടോ കേട്ടോ, എനിക്ക് രസമുള്ള ഒരു ഫോട്ടോ. ആശാനും ശിഷ്യനും അങ്ങനെ കൊടുക്കാം അല്ലേ? ഓക്കെ. ഇത് ഞങ്ങൾ മായാനദി നൈറ്റുകളായിരുന്നു. നൈറ്റുകളിലാണ് മൊത്തം ഈ സ്ട്രീറ്റുകൾ, ഇപ്പോൾ മെട്രോ പില്ലേഴ്സ് ഒക്കെ വന്നിരിക്കുന്ന ആ സമയത്താണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നൈറ്റുകൾ മഴ ഉണ്ടാവും, അപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്യും, മഴ വരും, ഷൂട്ട് ചെയ്യും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
ഭയങ്കര ഭംഗിയുള്ള നൈറ്റ് ആയിരുന്നു. അപ്പം നിലമൊക്കെ ഭയങ്കര വെള്ളമൊക്കെ എടുത്ത് കിടക്കുന്നുള്ളതുകൊണ്ട് നിയോൺ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതിന്റെ ഒരു ഇടവേള അത് ശ്യാമേട്ടൻ വാടാ ഫോട്ടോ എടുക്കാന്ന് വിളിച്ച് ഇരുത്തിയതാണ്. ഓക്കെ, ഇത്രയും വലിയൊരു ഫോട്ടോ എനിക്ക് വേറെ ഇല്ലാന്ന് തോന്നുന്നു. നീണ്ട നിരയിൽ എല്ലാവരും, പക്ഷെ എല്ലാവരും ഒറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷല്ലേ. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തപ്പിയെടുത്ത കുറച്ച് ഫോട്ടോകളാണ്. അതേപോലെ ഇപ്പൊ നേരത്തെ നമ്മൾ പല സമയത്ത് സംസാരിച്ചു വന്നപ്പോൾ നമ്മളുടെ ശരീരഘടനയെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പല ആൾക്കാർക്കും ഭയങ്കര ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യാം അവരവരുടെ ശരീരത്തെ പറ്റി. വലിപ്പം കൂടിയാലും കുറഞ്ഞാലും ആ ഒരു ഇൻസെക്യൂരിറ്റി ചില ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷെ ചേട്ടൻ ഇത് ഭയങ്കര വലിയ പ്ലസ് ആയിട്ട് അതിനെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു ഇൻസെക്യൂർ ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇത് ഈ ആൾക്കാർക്ക് മറ്റേ ഭയങ്കര ഇത് നാട്ടിലൊക്കെ പോകുമ്പോ ഇങ്ങനെ പറയില്ലേ, ഓ നീ വീണ്ടും മെലിഞ്ഞു പോയല്ലോടാ എന്നൊക്കെ പറയും നാട്ടിൽ. അത് അങ്ങനെ മെലിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല, അത് അവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോ ഈശ്വര വീണ്ടും മെലിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം മെലിഞ്ഞിട്ടുണ്ടാവില്ല, അപ്പൊ അത് ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെയൊക്കെ തോന്നും. അല്ലാതെ ഞാൻ അങ്ങനെ ബോഡിനെ കുറിച്ച് അങ്ങനെ കോൺഷ്യസ് ആയിരുന്നില്ല അതിന് മുമ്പ്. ഇപ്പൊ നടനായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ മോയ്സ്ചറൈസർ ഒക്കെ ഉപയോഗിച്ചിട്ട് തുടങ്ങിയത്. സൺസ്ക്രീൻ ഒക്കെ ഭാര്യ വന്നതിന്റെ ആണോ മറ്റേ സാധാരണ ആണ് അത്. അതിനുശേഷം എനിക്ക് ഇത്രയും നമുക്കെല്ലാം എന്റെ ഒരു ഫ്രണ്ട് പറയായിരുന്നു, എന്റെ രാജേഷേട്ടാ നമുക്ക് ഇതെല്ലാം അലക്ക് സോപ്പായിരുന്നില്ലേ, ഷാമ്പൂ, കുളിക്കുന്ന സോപ്പ്, കാല് തേക്കാൻ ഇത് അതും ഇതെല്ലാം ബാർ സോപ്പ്. അതായത് അത് ആ ഏറിയയിൽ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. കുളിക്കുന്ന സോപ്പ് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ അലക്ക് സോപ്പ് കൊണ്ടും കുളിക്കാം എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ വരുന്നത്. ഇപ്പോഴാണ് ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം കാണുന്നത്. നൈറ്റ് കെയർ റൊട്ടീനൊക്കെ ഉണ്ടോ വീട്ടില്? ഇല്ല, അത് ചില ഷൂട്ട് ഉണ്ടാവുന്ന ചില സമയങ്ങളിൽ അല്ലെങ്കിൽ നാടകം ഉണ്ടാവുന്ന ചില സമയങ്ങളിൽ നമുക്ക് ആർട്ടിസ്റ്റ് ഡേറ്റിന് പോവുക എന്ന് പറയുന്ന സാധനം റോഷൻ പറഞ്ഞു തന്നിട്ടാണ് എനിക്കറിയുന്നത്. അതായത് നമ്മൾ തന്നെ ഡേറ്റിന് കൊണ്ടുപോകുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിറ്റേ ദിവസം നമുക്ക് പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ തലേ ദിവസം നമ്മളെ കെയർ ചെയ്യുക, നമ്മളെന്ന് പിന്നെ കണ്ണാടിയിൽ നോക്കി സന്തോഷത്തോടെ ഇരിക്കുക, ഒന്ന് ഹാപ്പിനെസ് ആലോചിച്ചെടുക്കുക, പിന്നെ കെയർ ചെയ്യുക, മുഖമൊക്കെ അന്ന് മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് നന്നായിട്ട് ക്രീമൊക്കെ തേച്ച് അന്ന് രാത്രി കിടന്നുറങ്ങുക, പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു കെയർ ചെയ്യും. അതല്ലാതെ റോഷൻസ് അത് നമ്മൾ തിയേറ്ററിലെ ഒരു പരിപാടിയാണ്. അത് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ സീനൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. പിറ്റേ ദിവസം എണീക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ റെഡിയായി. അപ്പൊ എന്തായാലും രാജേട്ടാ അടിപൊളിയാവട്ടെ. ഇനിയും നമ്മളിത് ജയിലർ 2 അല്ല കുഞ്ഞു സാധനം എന്താണെന്ന് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് വേണം മറ്റേ കോമ്പിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കെ. ചേട്ടാ അടിപൊളിയാവട്ടെ. ഒരുപാട് ആഗ്രഹിക്കുന്നത് പോലെ ഒരുപാട് തമിഴ് സിനിമകൾ വരട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ മലയാളികളെ ഇട്ടിട്ട് ഒരൊറ്റ പോക്കം കൊണ്ട് പോകരുത്, തിരിച്ചിങ്ങോട്ട് വന്നോളാം. ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. തമിഴൊക്കെ ഇങ്ങനെ ആഗ്രഹത്തിന്റെ പുറത്ത് നിൽക്കുന്ന ഇതാണ് എന്റെ സ്ഥലം. ഹിന്ദി പോണ്ടേ? ഈ ഹിന്ദി എനിക്ക് അറിയില്ലല്ലോ. ഹിന്ദി എനിക്ക് മുച്ചേ മാലും എന്നാലും ഇല്ല. എനിക്ക് ഹിന്ദിന്ന് അങ്ങനെ 2-3 അങ്ങനെ വന്നിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ അവിടുത്തെ കുറച്ച് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിനൊക്കെ പണ്ട് ആദ്യം കണ്ടതെന്നൊക്കെ ഉള്ള പരിചയം വെച്ചിട്ടൊക്കെ 2-3 എനിക്ക്. പക്ഷെ അതില് ചെയ്യാനുള്ള, അതായത് ഓഡിഷൻ കൊടുക്കാൻ ഒരു ഹിന്ദി പെർഫോമൻസ് വേണം എന്തായാലും. അവിടെ എന്തായാലും ഓഡിഷൻ കൊടുക്കണം. അപ്പം പിന്നെ ടെസ്സിനെയൊക്കെ പോലത്തെ ആൾക്കാർക്ക്, ടെസ് ജോസഫ് ഒക്കെ വിളിച്ചിരുന്നു. നല്ലൊരു കാസ്റ്റിലൊക്കെയാണ് വിളിച്ചത്. പക്ഷെ എനിക്ക് അതിന്റെ അവരെന്നെ നിർബന്ധിക്കുമായിരുന്നു അവര് ചെയ്യാൻ. പക്ഷെ എനിക്കത് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ആ കോൺഫിഡൻസ് വന്നിട്ടില്ലാത്തോണ്ട് ഹിന്ദി വിട്ടുപിടിച്ചിരിക്കാം. അത് ശരിയാക്കണ്ടേ. നല്ല നല്ല അവസരങ്ങളൊക്കെ വരുമ്പോ നമ്മള് റോഷൻ അവിടെ ഉണ്ടായിരുന്നു കുറെ കാലം. അതാ എനിക്ക് അവിടെയൊന്നും അങ്ങനെ വലിയ ഭാവി ഉണ്ട് എന്നുള്ള അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ഇവിടെയൊക്കെ നിന്നാ മതി. അപ്പൊ അങ്ങനെ ഒരു വേഷമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കോൺഫിഡൻസ് തോന്നുന്ന ഒരു സമയത്ത് ചെയ്യണമെന്നുണ്ട്. അതാ അടിപൊളിയാവട്ടെ, വേഗം അതും സെറ്റ് ആവട്ടെ. പാൻ ഇന്ത്യൻ ആക്ടർ ആവട്ടെ. ഞാൻ അങ്ങനെ വരട്ടെ. ഞാൻ അടുത്ത് വരുമ്പോ അടുത്തത് പാൻ ഇന്ത്യൻ ആക്ടർ രാജേഷ് മാധവന്റെ കൂടെ ഞാൻ ചൈതന്യ ഇന്റർവ്യൂവിൽ ഇരിക്കുകയാണ്. അങ്ങനെ പറയണേ, വരട്ടെ, അങ്ങനെ തന്നെ വരട്ടെ, അങ്ങനെ വരട്ടെ, നിനക്ക് അങ്ങനെ തന്നെ വരട്ടെ. രാജേട്ടാ ഒരുപാട് സന്തോഷം. ഇനിയും നമുക്ക് ഇരിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.